വെൽക്കം ടു സ്റ്റഡി ബോർഡ്. ഇവിടെ നമ്മളിനി നോക്കാൻ പോകുന്നത് കോഫാക്ടർ ഓഫ് എൻ എലമെൻ്റ് ആണ്. ഇതുവരെ നമ്മൾ ഡിറ്റർമിനൻ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇനി കോഫാക്ടറാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് കോഫാക്ടർ എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നത് വെച്ചാൽ, ദ കോഫാക്ടർ ഓഫ് എന്താണ് ijth item of the ai of the matrix of A is denoted by Cij and is defined as Cij is equal to -1 I plus j minor of Aij. ഓക്കെ, അപ്പോൾ മൈനർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിങ്ങനെ രണ്ട് എലമെൻ്റ് എടുത്താൽ അല്ല ഒരു മെട്രിക്സ് എടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ മൈനർ എന്താണ്? ഇപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -6 ഇൻറ്റു -1 അല്ലേ? അപ്പോൾ 0 -6 അതിപ്പോൾ +6. ഇതാണ് മൈനർ എന്ന് വെച്ചാൽ. ആ മൈനർ കണ്ടാൽ മാത്രം പോരാ, അതിനു മുൻപ് ഒരു -1 കൊടുക്കുക. അതിലെന്താണ് -1 കൊടുത്തതിന് ശേഷം ഐയും ജെയും കൂടി ആഡ് ചെയ്തിട്ട് പവറാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കൺസിഡർ എ ഇസ് എ മെട്രിക്സ്. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. അത് -7 -2 4 2 7 6 1 -1 0 ഇങ്ങനെയാണ് മെട്രിക്സ് ഉള്ളത്. അതിലിപ്പം 7ൻ്റെ കോഫാക്ടർ. അപ്പോൾ 7ൻ്റെ കോഫാക്ടർ ആദ്യം 7ൻ്റെ പൊസിഷൻ നോക്കുക. ഈ മെട്രിക്സിൽ ഓരോന്നിൻ്റെയും പൊസിഷൻസ് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ A11 A12 A13 അല്ലെ? ഫസ്റ്റ് റോയിൽ ആദ്യം 3 കോളംസ് ഉള്ള ഐറ്റംസ്. പിന്നെ ബി അല്ല, A21 A22 A23 അത് കഴിഞ്ഞിട്ട് A31 A32 A33. 7ൻ്റെ കോഫാക്ടറാണ് കാണുന്നതെങ്കിൽ എന്താണ്? ഇങ്ങനെ തന്നെ എഴുതാം, കോഫാക്ടർ ഓഫ് -7 അല്ലേ? 7. അപ്പോൾ 7 ഏതാ എലമെൻറ്റ്? A11 ആണ്. ഈക്വൽ ടു -1 എന്ന് ആദ്യം എഴുതാം. അപ്പോൾ A11 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒന്നും കൂടി ആഡ് ചെയ്യുക. ഒന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലേ? -1 ഇൻറ്റു മൈനർ ഓഫ്. മൈനർ എന്ന് വെച്ചാൽ 7ൻ്റെ മൈനർ ഇതും ഒഴിവാക്കുക, എന്നിട്ട് ഇതെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരുന്നു? അപ്പോൾ ഇവിടെ 7610. സോ -1 എന്ന് വെച്ചാൽ 1 തന്നെ ഇൻറ്റു നമ്മൾ നേരത്തെ എഴുതിയത് 7 6 -1 0 -1 ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 0. ഓക്കെ, മൈനസ് എന്താണ്? 6 ഇൻറ്റു -1. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആവുന്നു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 ആവുന്നു. 1ൻ്റെ എന്താണ് സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പം 0 മൈനസ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 0 മൈനസ് എന്ന് പറയുമ്പോൾ +6. 0 + 6 is equal to 6 itself. ഇതാണ് കോഫാക്ടർ എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? -1 അല്ലേ? ⁻1 + 1 ആണ്. അപ്പോൾ -1 ആണ്. ഇതിൻ്റെ കോഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇത് 1 2 അല്ലേ? അതായത് A12 ആണ് അല്ലേ എലമെൻറ്റ്? ഈ എലമെൻറ്റ് എന്താണ്? ഈ എലമെൻറ്റ് A11, ഇത് A12, ഇത് A13. ഇത് ഓഡ് നമ്പർ അല്ലേ വരുന്നത്? അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ എലമെൻറ്റ്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് എന്താണ്? +1 ആയിരിക്കും എപ്പോഴും. -1 -1 raised to 2 ആയിരിക്കും. അതെപ്പോഴും +1 ആയിരിക്കും.
ഈവൺ നമ്പേഴ്സ് പവറിൽ വരികയാണെങ്കിൽ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും എന്താണ് അതിൻ്റെ -1 ആണെങ്കിലും എന്താണ് +1 ആണെങ്കിലും നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +1 വരും. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും, +1. ഓക്കെ, ഇതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്താണ്, ഇത് 1 + 2 അതായത് ക്യൂബ് ആയിരിക്കും അല്ലേ ഇവിടെ വരിക, ഇത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇതെന്താണ്, ഇത് 1 + 3 അല്ലേ, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പിന്നെ 2 1 ആണ്, അത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 2 2 ആണ്, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 2 3 ആണ്, അത് ഓഡ് നമ്പറാണ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ 5 കിട്ടുന്നത്. ഇവിടെ 3 1 അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു മെട്രിക്സിൽ ഇങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ട്, 7 5 6 4 2 3 2 1 1. ആ ഒരു മെട്രിക്സ് ആണെന്ന് കണക്കാക്കുക. ഇതിൻ്റെ കോഫാക്ടർ കാണാൻ പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ കിട്ടുന്ന സാധനം അത് അതിന് -1 അല്ലേ വരിക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ആ 1 നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താണ്, നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ 4 എലമെൻ്റുള്ള മെട്രിക്സ് വരുമ്പോൾ എന്താണ്, ഇവിടെ വരുമ്പോൾ അത് എന്താണ്, നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. താഴെ വരുമ്പോൾ എന്താണ്, ഇവിടെ ഇപ്പോൾ വരികയാണെങ്കിൽ A4 1 അല്ലേ, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓഡ് നമ്പേഴ്സാണ് പവറിൽ വരേണ്ടത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ്, ഡയറക്റ്റായിട്ട് +1 എന്താണ് -1 എന്താണ് ആ പറഞ്ഞ I+J, അതായത് നമ്മുടെ റോൻ്റെ ഓർഡറും കോളത്തിൻ്റെ ഓർഡറും. ഓക്കെ, അതിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി കോഫാക്ടർ ഓഫ് 1 2 C12, കോഫാക്ടർ ഓഫ് 1 2 ഏതാണ്, ആദ്യ റോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് ഇത്. അപ്പോൾ എന്താ വരിക, നിങ്ങൾ എഴുതുക C12 = കോ ഫാക്ടർ ഓഫ് -2 ബ്രാക്കറ്റിൽ A12 which is equal to -1 raised to 1 + 2 ഇൻറ്റു എന്താണ്, ഇത് ഒഴിവാക്കുക, ഈ ലൈൻ വേർട്ടിക്കലിയും ഹൊറിസോണ്ടലായുള്ള റോ ഒഴിവാക്കിയിട്ട് ഇത് മൈനറാക്കി എടുക്കുക. 2 6 1 0. അപ്പോൾ ഇവിടെ -1 raised to 3 ഇൻറ്റു 2 × 0 -6 × 1. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക, -1 × 0 -6 0 - 6. അപ്പോൾ -1 × -6 is equal to 6. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് കോഫാക്ടർ ഓഫ് 1 3. അതെങ്ങനെ കാണും, അതായത് ഇതാണ് എലമെൻറ്റ് കോഫാക്ടർ ഓഫ് 1 3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ C13 കോഫാക്ടർ ഓഫ് 4 is equal to ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ A13 -1 raised to 1 + 3 ഇൻറ്റു ഇതും ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മൈനറാണല്ലോ എടുക്കേണ്ടത്, 2 7 1 -1. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, -1 raised to 4 ഇൻറ്റു 2 ഇൻറ്റു -1 -7 ഇൻറ്റു 1 -1 raised to 4 അത് 1 ആണ്, ഇൻറ്റു 2 × -1 is -2 -7. അപ്പോൾ ഇവിടെ വരുന്നത് ഓക്കെ -9 ആണ്. അപ്പോൾ ഇവിടെ +1 അല്ലേ, ഇൻറ്റു -2 -7 അല്ലേ, 4 -9 ഇൻറ്റു 1 അല്ലേ, ഇൻറ്റു 1 -9. അതുപോലെ അടുത്തത് നോക്കാം. അടുത്തത്
രണ്ടാമത്തെ റോയിലെ ആദ്യ ഐറ്റമാണ്. കോഫാക്ടർ ഓഫ് 2 1. ഇപ്പോൾ 2 1 വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ്. അപ്പോൾ C 2 1 is equal to കോഫാക്ടർ ഓഫ് 2, അത് A 2 1 is equal to -1 raised to 2 + 1 അല്ലേ, ഇത് രണ്ടും ഇൻറ്റു. അപ്പോൾ ഇത് ഒഴിവാക്കുക, എന്നിട്ട് ഇത് തന്നെ എടുക്കുക, 7ൻ്റെ എടുത്ത പോലെ. സോറി, ഇതുമല്ല ശ്രദ്ധിക്കേണ്ടത്, ഇതും ഒഴിവാക്കുക, ഇതെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ എഴുതാണ്, C 2 1 is equal to കോഫാക്ടർ ഓഫ് ഇതിൻ്റെതല്ലേ 2ൻ്റെത് 2 ബ്രാക്കറ്റിൽ A 2 1 is equal to -1 raised to 2 1 അല്ലേ, 2 + 1 ഇൻറ്റു മൈനർ ഓഫ് ഈ 4 സംഖ്യകൾ -2 4 -1 0 -1 raised to 3 ഇൻറ്റു -2 ഇൻറ്റു 0 -4 ഇൻറ്റു -1. ഇപ്പോൾ ഇവിടെ -1 raised to 3 -1 ഇൻറ്റു 0 -4 ഇൻറ്റു -1 -4 അല്ല, 0 -4. അപ്പോൾ ഇവിടെ എന്ത് വന്നു, 0 + 4 4 അപ്പോൾ ഇവിടെ വരുന്നത് മൈനസ്. ഓക്കെ, ശ്രദ്ധിക്കുക നിങ്ങൾ, അവിടെ വരുന്നത് -4 ആണ്. അങ്ങനെയാണ് ഓരോന്ന് എടുക്കേണ്ടത്. ഇനി അടുത്തത് കോഫാക്ടർ ഓഫ് 2 2, കോഫാക്ടർ ഓഫ് 7 വരുന്നത്. കോഫാക്ടർ ഓഫ് 2 2 അതായത് ഇതിൻ്റെത്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് വേണം മൈനർ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കോഫാക്ടർ ഓഫ് 7, ഇവിടെ C 2 2 കോഫാക്ടർ ഓഫ് 7 is equal to എന്താ വരുന്നത്, -1 അല്ല, ഇതിൻ്റെ എലമെൻ്റ് എന്താണ്, A 2 2 raised to 4 ഇൻറ്റു ഇത് ഒഴിവാക്കുക, -7 4 1 0. ഓക്കെ, മൈനർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. മൈനർ എന്താണ്, അങ്ങനെ ഒരു മെട്രിക്സിൽ 4 എണ്ണത്തിൽ എടുത്തിട്ട് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നതാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ -1 raised to 4 1 തന്നെയാണ്, ഇൻറ്റു -7 ഇൻറ്റു 0. ഓക്കെ, -4 ഇൻറ്റു 1 അത് 0 തന്നെയായി മാറി, മൈനസ് എന്താണ് 4. അപ്പോൾ 1 അപ്പോൾ ഇവിടെ 0 -4 എന്താണ്, -4. 1 ഇൻറ്റു -4 -4 തന്നെയാണ് എന്ത് സംഖ്യ വരുന്നത്. അതുപോലെ തന്നെ ഇനിയാണ് C 2 3 അതായത് 6. അതും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. 6 C 2 3 ഈക്വൽ ടു cofactor of 6, that is A 2 3 -1 raised to 2 + 3 ഇൻറ്റു മൈനർ ഓഫ് എന്താണ്, ഇത് ഒഴിവാക്കുക. അപ്പോൾ -7 -2 1 -1 which is equal to -1 raised to 5 into -7 into -1 -2 into 1. അപ്പോൾ ഇവിടെ -1 raised to 5 എന്താണ്, അത് -1 ആണ്, ഇൻറ്റു -7 ഇൻറ്റു 1 അത് 7 -2 ഇൻറ്റു 1 -2 മൈനസും കൂടി എന്താണ്, പ്ലസ് ആവും. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു -9. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അടുത്ത കോഫാക്ടർ C31 അതെങ്ങനെ കിട്ടും നമുക്ക്? C31 ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കുക. 31 അല്ലേ, അപ്പോൾ ഇവിടെ C31 ഈസ് ഈക്വൽ ടു കോഫാക്ടർ ഓഫ് 1 അല്ലേ, കോഫാക്ടർ ഓഫ് 1 which is equal to A31. ഓക്കെ, അപ്പോൾ ഇവിടെ -1 raised to 3 + 1 4 ഇൻറ്റു എന്താ മൈനർ വരുന്നത്, ഇത് ഒഴിവാക്കുക. അപ്പോൾ ഇതാ കിട്ടുന്നത് അല്ലേ, 4 7 6. ഇവിടെ -1 raised to 4 ഇൻറ്റു -2 ഇൻറ്റു 6 -7 ഇൻറ്റു 4. അപ്പോൾ 1 ഇൻറ്റു -2 ഇൻറ്റു 6 -12. ഓക്കെ, 7 ഇൻറ്റു -7 ഇൻറ്റു 4 എന്താ വരുന്നത്? 28. 7 ഇൻറ്റു 4 28. യെസ്. അപ്പോൾ -12 -28 -12 നമുക്ക് കിട്ടിയത് 1 ഇൻറ്റു -12 അല്ലേ, ഇൻറ്റു -28 -12 28 -40 വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് 32 -2 -1 0. അപ്പോൾ കോഫാക്ടർ ഓഫ് -1 32 മൈനർ കാണാം. ഓക്കെ, 50 കിട്ടി. 3 ഇത് മൈനർ കാണാം. അപ്പോൾ -1 raised to 6 ആണ്. ഇത് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത്, ഇത് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ഇതിനുള്ളിലുള്ള സംഗതി അനുസരിച്ചിട്ടാണ് മാറാം. ഓക്കെ, ഇവിടെ 49 -49 + 4 ആണ്. അപ്പോൾ എങ്ങനെയാണ് കോഫാക്ടർ കാണുക? ഒരു ചോദ്യം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ B is equal to 4, then find കോഫാക്ടർ. അപ്പോൾ കോഫാക്ടർ കാണാമെന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ എന്താണ്, 3 റോ 3 കോളുള്ളതാണെങ്കിലാണ് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്. വെറും 2 റോയും 2 കോളും മാത്രമല്ല, സ്ക്വയർ മെട്രിക്സുകൾക്കാണ് നമ്മൾ ഈ കോഫാക്ടറും ഡിറ്റർമിനൻ്റ് കാണുക. അപ്പോൾ 2 റോ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിൻ്റെ കോഫാക്ടർ എന്താണ്? അത് -1 raised to 1 + 1. ഓക്കെ, ഇൻറ്റു നേരെ ഓപ്പോസിറ്റുള്ള സാധനം എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, ഇതെടുക്കുക -1. അപ്പോൾ ഇവിടെ -1 raised to 2 -1 raised to 2 ഇൻറ്റു -1. അപ്പോൾ 1 ഇൻറ്റു -1 which is equal to 1. ഇനി ഇവിടെ ഇതിൻ്റെത് കാണണം. അത് എന്താണ്? 1 + 2 ആണ്. അപ്പോൾ -1 1 + 2 raised to 3 ആണ്. അപ്പോൾ -1 തന്നെ ഇവിടെ വരിക, ഇൻറ്റു നേരെ ഇതെടുക്കുക 2 which is equal to -2 കോഫാക്ടർ. ഓക്കെ, ഇനി എന്തെടുക്കുക? നമ്മുടെ കോഫാക്ടർ ഓഫ് 2 അതിൻ്റെ എന്താണ്? അത് -1. അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? 2 1 അല്ലേ, 2 + 1 ഇൻറ്റു നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ 0 തന്നെ വരുള്ളൂ, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ അവസാനത്തെ -1ൻ്റെത്, അതായത് 2ൻ്റെത്. അപ്പോൾ -1 raised to 2 + 2 ഇൻറ്റു നേരെ ഓപ്പോസിറ്റ്. ഇവിടെ 1 ഇൻറ്റു 4 which is equal to 4. ഓക്കെ, ഇനി കോഫാക്ടർ മെട്രിക്സ് ചിലപ്പോൾ കാണാൻ പറയും നിങ്ങളോട്. ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നിട്ട്, അപ്പോൾ നിങ്ങൾ ഓരോന്നും എന്താണ് ഇങ്ങനെ കോഫാക്ടേഴ്സ് കാണുക. അപ്പോൾ C11 കോഫാക്ടർ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ C11 12 C21 C22 ആണ്. അപ്പോൾ C11 എന്താണ്? 1 അല്ലേ, -1, അതോടെ എടുത്ത് ചെയ്താൽ. C12 എന്താണ്? അത് -2. C21 എന്താണ്? 0. C22 എന്താണ്? 4. ഓക്കെ,
ഇതാണ് കോഫാക്ടർ മെട്രിക്സ് കാണാൻ പറയും. അപ്പോൾ ഓരോന്നിനും കോഫാക്ടേഴ്സ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മെട്രിക്സ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതേമാതിരിയാണ് നമ്മൾ നേരത്തെ ചെയ്ത കണക്കിലും കോഫാക്ടർ മെട്രിക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാ കോഫാക്ടേഴ്സും കാണില്ലേ. അപ്പോൾ C12 C1 അല്ല C11 C12 C13 C21 C22 C23 C31 C32 C33. ഈ കോഫാക്ടേഴ്സിന് എന്ത് ചെയ്യുക, ഈ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. എന്നിട്ട് മെട്രിക്സ് ആക്കുക. കോഫാക്ടർ മെട്രിക്സ് ഓഫ് മെട്രിക്സ് കാണാൻ പറഞ്ഞാൽ ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 6 അല്ല 7 ആയിരുന്നു ഇതിന് മുൻപ് അല്ലേ. ആ 7 ഇതിന് മുൻപ് C11 7 ആയിരുന്നു. ആ 7 C11 എഴുതുക. C12 6 ആണ്. C13 -9 ആണ്. C21 -4 ആണ്. C22 അതും -4 ആണ്. C23 -9 തന്നെയാണ്. C31 -40 ആണ്. C32 50 ആണ്, മൈനസ് അല്ല. C33 -45 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ അങ്ങനെയൊക്കെ ചോദിക്കുക, എസ് ആയിട്ട് ചോദിക്കും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ എല്ലാ കോഫാക്ടേഴ്സും കൂടെ എസ് ആയിട്ട് ചോദിക്കും. അത് നിർബന്ധമായിട്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ കോഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടതായിരുന്നു ഇതിനു മുൻപ് അല്ലേ. ഡിറ്റർമിനൻറ്റ് എന്താണ്, അത് ഈ മൈനർ കാണുന്ന രീതി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സിന് എന്താണ് അതിൻ്റെ മൈനർ എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ. പിന്നെ 2/2 സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ ഡിറ്റർമിനൻറ്റ് എന്താണ്, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 -2 × 3 നമുക്ക് കഴിഞ്ഞ ക്ലാസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മൈനർ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മൈനർ ഇതിൻ്റെ അപ്പോൾ ഓരോന്നിൻ്റെയും മൈനേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 3 കണ്ടത് അല്ലേ. ഓരോന്നിൻ്റെയും മൈനേഴ്സ് കണ്ടിട്ട് മേലായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് താഴത്തത് മേലത്തെ, അങ്ങനെ ഓരോന്നായിട്ട് അല്ല. അപ്പോൾ ഇതിൻ്റെ എന്താണ് ആദ്യം ഇത് എഴുതുക, എന്നിട്ട് അതിൻ്റെ മൈനർ കാണും. ഇതിൻ്റെ മൈനർ എന്താണ്, ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഇതാണ് മൈനർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ആണ് മൈനർ. അപ്പോൾ ഇവിടെ A22 A23 A32 A33 അങ്ങോട്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A22 × A33 -A23 × A32. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്, ഒന്നുകൂടി ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കോഫാക്ടർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോഫാക്ടർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്താണ്, അപ്പോൾ ആദ്യ കേസിൽ ഇതാണ് കോഫാക്ടർ വരുന്നത്. രണ്ടാമത്തെ കേസിൽ കോഫാക്ടർ മെട്രിക്സ് ഇതാണ് വരുന്നത്. കോഫാക്ടർ മെട്രിക്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഓരോ എലമെൻറ്റേയും കോഫാക്ടേഴ്സ് കാണുക, അതിൻ്റെ പൊസിഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ C11 C12 C13 അങ്ങനെ ഓരോന്നും കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കോഫാക്ടർ മെട്രിക്സ് എഴുതി വെക്കുക എന്നുള്ളതാണ്.